സോ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ആനുവൽ എക്സാം സ്റ്റാർട്ടായി. സോ നാളെയും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്റ്റഡി വ്ലോഗ് കാണിക്കാമെന്ന്. അതേപോലെ ഇതിൽ ഞാൻ പഠിക്കുന്ന രീതിയും ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് അതിലിടക്കുള്ള കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എനിക്ക് നാളെ സ്പെഷ്യൽ ഇംഗ്ലീഷാണ് എക്സാം. ഈ സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ UAE മലയാളം പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ ഇംഗ്ലീഷും അഡീഷണൽ ഇംഗ്ലീഷും എന്ന് പറഞ്ഞിട്ട് 2 സബ്ജക്റ്റാണ് ഉള്ളത്. അതിലിപ്പം സ്പെഷ്യൽ ഇംഗ്ലീഷാണ് നാളെ എനിക്ക് എക്സാം. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിപ്പിച്ച ടോപ്പിക്കിനെ കുറിച്ച് ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ നമുക്ക് എക്സാം നല്ല സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. പിന്നെ അഡീഷണൽ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിരിക്കും നമുക്ക് എല്ലാ ഇതും ഉണ്ടാവുക. പഠിക്കാനുള്ളത് ചാപ്റ്റർ വൈസ് ആയിട്ടിരിക്കും, വലിയ വലിയ കഥകൾ. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ ഇംഗ്ലീഷിനേക്കാളും അഡീഷണൽ ഇംഗ്ലീഷാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്, കൂടുതൽ ടഫും. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. നാട്ടിലെ മലയാളം കുറേ കാലം മലയാളം എഴുതി ഇപ്പോൾ മലയാളമേ എഴുതുന്നില്ല. അപ്പോൾ സോ ഞാനങ്ങനെ പഠിക്കാൻ പോവാണ്. എല്ലാ എക്സാമും എളുപ്പമായാൽ മതിയായിരുന്നു, അതാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും എക്സാം സീസണല്ലേ, നാട്ടിലായാലും എക്സാമാണ്. ഇവിടെ നമുക്ക് UAE എക്സാമാണ്. ഈ എക്സാം അതിനവിടെ നമുക്കൊരു 1 month വെക്കേഷൻ ഉണ്ട്. അതിനാണ് ഞാൻ കാത്ത് നിൽക്കുന്നത്. 1 month കൂടെ കഴിഞ്ഞാൽ 10th പിന്നെ ഒരു കൊല്ലം പഠിത്തം. ഓക്കെ, അപ്പോൾ ഞാൻ പഠിക്കട്ടെ. ഇത്രയാണ് എനിക്ക് 3rd term പഠിക്കാനുള്ളത്. വളരെ കുറച്ച് പേജസേ ഉള്ളൂ. ഫോർമാറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് ഇവിടെ ആനുവൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെ കേരള സിലബസിന് 2-3 ദിവസം സ്റ്റഡി ലീവ് കിട്ടുമല്ലോ. ഓരോ സബ്ജക്റ്റ് ടഫുള്ള സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ സ്റ്റഡി ലീവ് എന്തായാലും കിട്ടും. പക്ഷേ ഇവിടെ UAE നമുക്കൊറ്റ സ്റ്റഡി ലീവ് പോലും ഇല്ല. അത് ഓർക്കുമ്പം നമുക്ക് ഇപ്രാവശ്യം എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് സോഷ്യൽ ഒരൊറ്റൊരു ദിവസം ലീവുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ബാക്കി കണ്ടിന്യൂസ് എക്സാമാണ്. അത് മാത്സ് ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ, കണ്ടിന്യൂസ് എക്സാമാണ്. നാട്ടിലൊക്കെ കുറേ ദിവസം ലീവ് പതിയെ പഠിച്ച് പോയാൽ മതി. പക്ഷേ ഇവിടെ ഒരെക്സാം കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ ദിവസത്തെ എക്സാമിന് വേണ്ടി പഠിക്കണം. അത് ആലോചിക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. നമുക്ക് എക്സാം എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്തവർക്കും പേടി വരും, ലീവ് ഇല്ലാത്തതുകൊണ്ട്. നാട്ടിലാണെങ്കിൽ മെല്ലനെ ലീവുള്ളതുകൊണ്ട് പഠിച്ച് മെല്ലനെ പോയാൽ മതി. ഇവിടെ പിന്നെ സ്പെഷ്യൽ ഇംഗ്ലീഷ് നാളെ സ്പെഷ്യൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഹാപ്പിയാണ്. ബിക്കോസ് കുറച്ചേ പഠിക്കാനുള്ളൂ. ഓക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പേ ഫസ്റ്റ് തന്നെ ഒരു സംഭവമുണ്ട്. ഞാൻ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നുള്ളത് ഈ ഒരു സ്റ്റിക്കി നോട്ടിൽ ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് എഴുതട്ടെ ഞാൻ ആദ്യം.
for sure. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി എൻ്റെ തേർഡ് ടേം പഠിച്ച് കഴിഞ്ഞു. തേർഡ് ടേമിൽ നമുക്ക് വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ എടുത്തുള്ളൂ. അതായത് ഈ 3 എണ്ണം. ഓക്കെ, ഈ 3 എണ്ണം മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഒരു ടോപ്പിക് കൂടി ഉണ്ട്, എസ്സേ. പക്ഷേ അത് നമുക്ക് എക്സാമിന് ഇല്ല. സോ ഈ 3 ടോപ്പിക്ക് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇനി എനിക്ക് സെക്കൻഡ് ടേം പഠിക്കാണ്ട്, ഫസ്റ്റ് ടേം പഠിക്കാണ്ട്. ഇപ്പം ഞാൻ എക്സാമിന് പഠിക്കുമ്പോൾ, ആനുവൽ എക്സാമിന് പഠിക്കുമ്പോൾ ആദ്യം തേർഡ് ടേം പഠിക്കും, പിന്നെ സെക്കൻഡ് ടേം പഠിക്കും, പിന്നെ ഫസ്റ്റ് ടേം പഠിക്കും. പിന്നെ ഇവിടെ നമുക്ക് UAയിൽ 10th സ്റ്റാൻഡേർഡ് മുന്നേ, 10th സ്റ്റാൻഡേർഡ് ആനുവൽ എക്സാമിന് മുന്നേ നമുക്ക് ടീച്ചേഴ്സിനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക എല്ലാ ടേമും. അപ്പോൾ ആ ടേം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും അവർ, എന്തൊക്കെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നോക്കും. പിന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഫസ്റ്റ് ഉണ്ടായ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് നോക്കും. പിന്നെ ഗൂഗിളിൽ ക്വസ്റ്റ്യൻസ് നോക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക, എക്സാമിന് പോകുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമുക്ക് ടീച്ചേഴ്സ് തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ അതാണ് ഏക ആശ്വാസം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പറഞ്ഞു തരും, ഇന്ന കാര്യം വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരും, അത് പഠിക്കും. പിന്നെ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യും. അതേപോലെ തന്നെ സമഗ്ര സൈറ്റിലും ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ നിന്നും വർക്ക്ഷീറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെയും പഠിക്കുക. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിക്കാറുള്ളത്. നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ ജസ്റ്റ് യൂട്യൂബിൽ ക്ലാസ് കാണും, പോകും, പിന്നെ തന്ന ടെക്സ്റ്റ് ബുക്കും വായിക്കും. ഇതാണ് പരിപാടി. ഇവിടെ ആയാലും കെമിസ്ട്രിക്കൊക്കെ നമുക്ക് മൊത്തം ടെക്സ്റ്റ് ആയിരിക്കും പഠിക്കാൻ. കെമിസ്ട്രി മൊത്തം ടെക്സ്റ്റ് ആയിരിക്കും. സോഷ്യലായാലും ടെക്സ്റ്റ് ഉണ്ടാവും. ബാക്കിയൊക്കെ നോട്ട്സ് ഇങ്ങനെ പഠിച്ച് പോവുകയാണ് ചെയ്യുക. സോ അങ്ങനെ ഞാൻ എൻ്റെ തേർഡ് ടേം സക്സസ്ഫുള്ളി പഠിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് സെക്കൻഡ് ടേം ഉണ്ട്, ഫസ്റ്റ് ടേം ഉണ്ട്. അതിലുള്ള കാര്യം കൂടെ ഞാൻ പഠിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റഡി. എനിക്ക് ബോറടിയൊന്നും എനിക്ക് പഠിക്കണ്ട, പക്ഷേ പഠിച്ചേ പറ്റൂ. ഇപ്പം പഠിച്ചില്ലെങ്കിൽ നാളെ എൻ്റെ കഥ തീരും. സോ തേർഡ് ടേമിൽ എനിക്ക് വളരെ കുറച്ചേ പഠിക്കാനുണ്ട്. സെക്കൻഡ് ടേമിൽ എനിക്ക് ഇത്രയും ടോപ്പിക്ക് പഠിക്കാനുണ്ട്, കുറേ ഉണ്ട്. 1 2 3 4 5 6 7 8 9 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. കുറച്ചൊക്കെ എളുപ്പമാണ്, കുറച്ച് പഠിക്കണം. അങ്ങനെ അഞ്ച് 22 ഞാൻ 4:30 എത്രയൊക്കെയോ ആണ് പഠിക്കാൻ തുടങ്ങിയത്. വൈകുന്നേരം 4:00 പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ 5:22. ഉറക്കം വരുന്ന ഇന്ന് ഞാൻ ഉറങ്ങില്ല. മറ്റേ സ്കൂൾ വിട്ട് വന്നാൽ ഞാൻ കുറച്ച് നേരം കിടക്കുന്നതാണ്. ഇന്ന് ഞാൻ ഉറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഇത് പഠിച്ചിട്ട് വേണം എനിക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ. 6 മണിയായി. 6 മണി.
പഠിക്കണേ. പക്ഷേ എനിക്കിപ്പോൾ ഇത് തീർത്തേ പറ്റുള്ളൂ, ബിക്കോസ് നാളെ എനിക്ക് എക്സാമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇത്രയും ദിവസം പഠിക്കാതെ ഇരുന്നതെന്ന്. ബിക്കോസ് ഓരോ ദിവസം ഓരോന്ന് പഠിക്കാനുണ്ടാവും. അങ്ങനെ പഠിച്ച് ലാസ്റ്റ് എന്താവും, എക്സാമിന് തലേന്ന് ഇരുന്ന് വീണ്ടും പഠിക്കും. അതാണ് ഞാൻ എപ്പോഴും ഞാൻ കുറേ ദിവസം മുന്നേ പഠിച്ചാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, എനിക്കൊരു തൃപ്തിയായിരിക്കില്ല ഞാൻ പഠിച്ചത്. അപ്പോൾ പിന്നെ വീണ്ടും ഞാനത് എടുത്ത് വായിച്ച് പിന്നെ ടെൻഷനായി, കരച്ചിലായി, പിന്നെ ഒന്നും എല്ലാം മറന്നു. ഇതാണ് എനിക്ക് എപ്പോഴും എക്സാമിൻ്റെ ദിവസങ്ങളിൽ പറ്റാറുള്ളത്. ഉറക്കമില്ല, ടെൻഷൻ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നല്ലോണം ടെൻഷനുള്ള കുട്ടികളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ടെൻഷനില്ലാത്ത കുട്ടികളാണ് അടിപൊളി. എനിക്കറിയത്തില്ല, അതൊന്നും എനിവേസ്. പക്ഷേ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. ഞാൻ എത്ര പഠിച്ചാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പം പിന്നെ ഞാൻ എക്സാമിന് തലേന്ന് വീണ്ടും ഇരുന്ന് പഠിക്കും. അതാണ് ഞാൻ. ടൈം 6:24. ഇത് പണ്ടത്തെ ഞാനാണ്, വേണ്ട കാണണ്ട. ഇപ്പോൾ ടൈം 6:24. 6:24. ഞാൻ 4:30 പഠിക്കാൻ തുടങ്ങിയതാണ്. 4:30, 5:30, 6:30. 2 മണിക്കൂർ ഞാൻ പഠിച്ച്. 2 മണിക്കൂർ. ഓക്കെ, എനിക്ക് വിശക്കുന്നു. അയ്യോ, ഞാനൊന്ന് അടുക്കളയിൽ പോയി നോക്കിയിട്ട് വരാം. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആക്കുന്നുണ്ട് അമ്മ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് വന്നു, ഇപ്പോൾ കൊണ്ടുവരും. ഹൈഡ്രേഷൻ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ അമ്മ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസും ചായയും കൊണ്ടുത്തന്നു. ഇത് വെച്ച് എൻ്റെ വിശപ്പടക്കുന്നു ഞാൻ. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി 2 ടേം പഠിച്ചിന്. 3rd ടേം പഠിച്ചതിനു, 2nd ടേമും പഠിച്ച് കഴിഞ്ഞു. ഇങ്ങനെ എപ്പോഴും പഠിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു, എല്ലാം പെട്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടേമോട് പഠിച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 3rd ടേം മൊത്തം പഠിച്ചു. ഇനി ഞാൻ നല്ല ടയർഡാണ്. ഇനി പോയിട്ട് കുറച്ച് സമയം കിടക്കണം, ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ബൈ.